ഒരു പാരൻ്റ് ഇപ്പോൾ നാട്ടിൽ 5ലും 6ലും 7ലും 8ലൊക്കെ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളുള്ള പാരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവരും ഈ കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ് ഡേ ബൈ ഡേ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക, അവരായിട്ടുള്ള കണക്ഷൻ കൂട്ടാൻ നോക്കുക, അവരായിട്ട് എപ്പോഴും സംസാരിക്കുക. അപ്പോൾ ഇന്ന് ഇപ്പം മിക്ക പാരൻസും ഗൾഫിലുള്ളവർ ഉമ്മ മാത്രമാണ് മക്കളെ നാട്ടിൽ കൺട്രോൾ ചെയ്യുന്നത്. അധികം ആൺകുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ഉമ്മമാർക്ക് കിട്ടാറില്ല. എപ്പം പോകുന്നു, എവിടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു, അതൊന്നും അവർക്കൊരു കൺട്രോളില്ല. വൈകി വന്ന് എന്താടാ വൈകിയെന്ന് ചോദിച്ചാലും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ നാട്ടിലെ മക്കൾക്ക് എങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? പാരൻസിന് ഒരു ഉപദേശം സെമിക്കിന് എന്ത് കൊടുക്കാൻ പറ്റും? ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതിൽ എല്ലാം സാഹചര്യമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഓരോന്നും ഓരോ കേസുകളാണ്. ഓരോ കേസുകളായിട്ട് തന്നെ എടുത്ത് പഠിക്കണം. ഇതൊരു കോമൺ ചോദ്യമാണ്. ആ കോമൺ ചോദ്യത്തിന് കോമൺ മറുപടി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പർട്ടിക്കുലർ കേസാണെങ്കിലാണ് നമുക്കതിന് കേസാണെങ്കിൽ നമുക്കങ്ങനെ അതിനൊരു മറുപടി തരാൻ പറ്റും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ. ഒരു ഒരു മോശമായൊരു സാഹചര്യത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഓഫ് കോഴ്സ് ഒരു കൗൺസിലറെ കണ്ടിട്ട് തന്നെയാണ് അവർ സംസാരിക്കേണ്ടത്. ഒരു കൗൺസിലറെയോ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് തന്നെ സംസാരിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ട വിഷയമാണ്. പക്ഷേ ഒരു പാരൻ്റ് ഇപ്പോൾ നാട്ടിൽ 5ലും 6ലും 7ലും 8ലൊക്കെ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളുള്ള പാരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവരും ഈ കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ് ഡേ ബൈ ഡേ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക, അവരായിട്ടുള്ള കണക്ഷൻ കൂട്ടാൻ നോക്കുക, അവരായിട്ട് എപ്പോഴും സംസാരിക്കുക, വീഡിയോ കോൾസുകൾ ചെയ്യുകയും സംസാരിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ശരിക്കും പിതാക്കന്മാരെക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ഉമ്മമാർക്ക് വലിയ റോളുണ്ട്. ഉമ്മമാരുടെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതും കുട്ടികൾക്ക് തുടക്കത്തിൽ ചിലതൊക്കെ സമ്മതിച്ചു കൊടുക്കും. അത് ഫാദറിനോട് പറയാതെ ചിലതൊക്കെ സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് അതിങ്ങനെ സമ്മതിച്ചു കൊടുത്ത് പിന്നെ കുട്ടികൾ നന്നായിട്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ എന്താ പറയുക, മറച്ചു പിടിക്കും ഈ അച്ഛന്മാരോടത്ത്. അപ്പോൾ ഇത് മറച്ചു പിടിക്കുന്ന വലിയൊരു പ്രശ്നമാണത്. ഒരിക്കലും മറച്ചു പിടിക്കാൻ പാടില്ല. കുട്ടികളുടെ ആദ്യത്തെ ഏതെങ്കിലും ഒരു പുതിയ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പാപ്പനോട് പറയണ്ടല്ലേ, അച്ഛനോട് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും നീ പൊക്കോ എന്ന് പറഞ്ഞാൽ പോലും എന്താ പറയുക, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, കുട്ടി ഒരു ലെവലിലേക്ക് എത്തിയതിന് ശേഷമാണ് ഈ പിതാക്കന്മാർ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ.